പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. മൈ ആർട്ട് ആൻഡ് മൈ സൊസൈറ്റി ചാനലിലേക്ക് ഞാൻ ഡോക്ടർ റൌഫ് ഉണ്ട്. നമ്മുടെ ഡോക്ടേഴ്സ് ടോക്കിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം പറയുകയാണ്. ഇന്ന് നമ്മൾ ഡെങ്കി പനിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മഴക്കാലമാണ്. ഡെങ്കിപ്പനിയൊക്കെ പരക്കാൻ ഏറ്റവും സാധ്യതയുള്ള കാലമാണ്. ഡെങ്കി പനി ഒരു മോസ്കിറ്റോ അല്ലെങ്കിൽ കൊതുകുകൾ ആണ് ഈ ഡെങ്കിപ്പനി പരത്തുന്നത്. ഈഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്ന പെൺ കൊതുകുകളാണ്, ഈഡിസ് ഈജിപ്റ്റിയിലെ പെൺകൊതുകുകളാണ് ഈ വൈറസിനെ, ഈ ഡെങ്കിപ്പനിയുടെ വൈറസിനെ പരത്തുന്നത്. സാധാരണമായിട്ട് കൂടുതൽ ആളുകളിലും ഈ പനി അതിൻ്റെ അടയാളങ്ങളൊന്നും കാണിക്കാതെ അത് ഉണ്ടായി പോവുകയാണ് പതിവ്. ഉണ്ടാവുന്ന ആളുകളിൽ 3 മുതൽ 14 ദിവസങ്ങൾക്ക് ഈ വൈറസ് കിട്ടിയ ആളുകളിൽ 3 ദിവസത്തിനും 14 ദിവസത്തിനും ഇടയിലാണ് അതിൻ്റെ അടയാളങ്ങൾ വരിക. എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്, വൈറസ് കടന്നത് മുതൽ അടയാളങ്ങൾ വരുന്ന പീരീഡിനാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പാകപ്പെടുന്നത്, ഈ അടയാളങ്ങൾ വരാൻ ആ കാലാവധിയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അടയാളങ്ങൾ സാധാരണമായിട്ട് നല്ല പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ഛർദി ഉണ്ടാവും, പിന്നെ പേശികളിലും അതുപോലെ തന്നെ ജോയിൻറ്റുകളിലുമൊക്കെ വേദനയുണ്ടാവും, നല്ല വേദനയുണ്ടാവും. പിന്നെ ചില ആളുകൾക്ക് ഇച്ചിങ് ഉണ്ടാവും, എന്ന് വെച്ചാൽ ചൊറിച്ചിലുണ്ടാവും. ചില ആളുകളിലൊക്കെ സ്കിൻ റാഷ് ഉണ്ടാവും, എന്ന് വെച്ചാൽ തൊലിയിൽ ഇങ്ങനെ അടയാളങ്ങൾ ഉണ്ടാവും. സാധാരണഗതിയിൽ ഒരു 2 മുതൽ ഒരാഴ്ച വരെ പനിച്ച് അതങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ വളരെ കുറഞ്ഞ ശതമാനം ആളുകളിൽ ഇത് സിവിയറായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ രോഗാവസ്ഥ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ട്. വളരെ കുറച്ച് ശതമാനം ആളുകളിൽ അതിനെ നമ്മൾ സിവിയർ ഡെങ്കു എന്നാണ് പറയുന്നത്. സിവിയർ ഡെങ്കി എന്ന് വെച്ചാൽ മുൻകാലങ്ങളിലൊക്കെ അതിനെ ഡെങ്കി ഹെമറേജിക് ഫീവർ, അതുപോലെ ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് 2 തരത്തിൽ പറഞ്ഞിരുന്നു. ഡെങ്കി ഹെമറേജിക് എന്ന് പറഞ്ഞാൽ ഈ ആളുകളിൽ രക്തം കട്ട പിടിക്കാൻ കാരണമാക്കുന്ന രക്തകോശങ്ങളുണ്ട്, ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങൾ, പ്ലേറ്റ്ലെറ്റ്സ് എന്നും പറയും, ത്രോംബോസൈറ്റ്സ്. ഇവയാണ് ശരിക്ക് രക്തം കട്ട പിടിക്കാൻ കാരണമാക്കുന്ന രക്തകോശങ്ങൾ. ആ രക്തകോശങ്ങൾ കുറയും. അങ്ങനെ കുറയുന്ന അവസ്ഥയിൽ അവരിൽ രക്തസ്രാവം ഉണ്ടാവും. അതിനാണ് ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയുന്നത്. പിന്നെ ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് വെച്ചാൽ ഇവരിൽ രക്തത്തിലെ പ്ലാസ്മ രക്തക്കുഴലിൽ നിന്ന് ലീക്കായിട്ട് അവരുടെ പ്രഷർ പറ്റി താഴ്ന്നു പോകും, അങ്ങനെ ഷോക്ക് വരും. അതാണ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം. അങ്ങനെ അവരുടെ പ്രഷർ പറ്റി താഴ്ന്ന് അവർ ഒരുപക്ഷെ നിയന്ത്രിക്കാനാവാതെ മരിച്ചു പോകാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ ഡെങ്കി പനി പിടിച്ച് ആളുകൾ മരിച്ചു പോകുന്നത്. ഈ ഡെങ്കി ഫീവർ, മലേറിയ, അതുപോലെ തന്നെ ചിക്കൻഗുനിയ, ഇൻഫ്ലുവൻസ ഇങ്ങനെയുള്ള അസുഖങ്ങളുമായിട്ട് ബന്ധമല്ല, അല്ലെങ്കിൽ അതുപോലെ ഇരിക്കും. മലേറിയ സംശയിക്കാം, അതുപോലെ ചിക്കൻഗുനിയ, അതുപോലെ ഇൻഫ്ലുവൻസ ഇവയൊക്കെ സംശയിക്കാം ഡെങ്കിയുള്ള ആളുകളിൽ. പിന്നെ ഡെങ്കി കണ്ടുപിടിക്കുന്നത് സീറത്തിൽ, ഈ ആളുകളിലെ രക്തം പരിശോധിച്ച് അവയുടെ രക്തത്തിലെ സീറത്തിൽ ആൻറ്റിബോഡീസ് ഉണ്ടാവും, ഈ വൈറസിനുള്ള ആൻറ്റിബോഡീസ്. അങ്ങനെ ആൻറ്റിബോഡീസ് കണ്ടുപിടിച്ചാണ് ഡെങ്കി ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ഡെങ്കി പനിക്ക് പ്രത്യേകിച്ച് മരുന്നുകളില്ല. സാധാരണഗതിയിൽ ചെറിയ ഇൻഫെക്ഷനൊക്കെ ആണെന്ന് വെച്ചാൽ അത് അങ്ങനെ വേദന സംഹാരി കൊടുത്തിട്ട് അങ്ങനെ അവയെ ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സീരിയസ് ആയിട്ടുള്ള ആളുകളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വേണ്ടി വരും. അവർക്കും സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് പ്ലേറ്റ്ലെറ്റ് കുറയുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കയറ്റുക, അതുപോലെ ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്ന പ്ലേറ്റ്ലെറ്റ്സ്, രക്തം കട്ടപിടിക്കാൻ ഉതകുന്ന
രക്തം കട്ടപിടിക്കുന്ന രക്താണുക്കൾ കുറയാണല്ലോ ഇവിടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ ഷോക്ക് സിൻഡ്രോം അല്ലെങ്കിൽ ഹെമറേജിക് ഫീവറൊക്കെ വരികയാണെങ്കിൽ അവരിൽ ഹെമറേജിക് എന്ന് വെച്ചാൽ രക്തസ്രാവം ഉണ്ടാകുന്ന പനി എന്നർത്ഥം. അവരിൽ രക്ത അണുക്കൾ ഇങ്ങനെയുള്ള പ്രത്യേക അണുക്കൾ കയറ്റേണ്ടി വരും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിന് ഏറ്റവും ഉതകുന്ന ചികിത്സ, പ്രത്യേക ചികിത്സ ഇല്ല എന്ന് പറഞ്ഞു, പക്ഷേ വരുന്നത് തടയുക എന്നതാണ് ചികിത്സ. അപ്പോൾ അത് നമ്മൾ കൊതുകുകളെ നിയന്ത്രിച്ച് നെറ്റ് ഉപയോഗിക്കുക, കൊതുകുവല ഉപയോഗിക്കുക. അതുപോലെ തന്നെ കുട്ടികളും മറ്റുമൊക്കെ ആണെങ്കിൽ ഫുൾ സ്ലീവ് ഡ്രസ്സുകൾ ഇട്ട് ധരിപ്പിക്കുക. അതുപോലെ തന്നെ കൊതുകുകളെ അകറ്റാൻ ഉപയോഗിക്കുന്ന ചില സ്ഥലങ്ങളിൽ താൽക്കാലികമായിട്ടൊക്കെ കൊതുകുകളെ അകറ്റുന്ന തിരികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് എന്നും ഉപയോഗിക്കുന്നത് ശരിയല്ല. ഏറ്റവും നല്ലത് കൊതുക് വലകൾ ഉപയോഗിക്കുകയാണ്. കൊതുക് വലകൾ സാധാരണ നമ്മൾ കിടക്കുമ്പോഴേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ കൊതുക് തിരിയോ മറ്റോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കൊതുകുകളെ അകറ്റുക. കാരണം കൊതുക് തിരി നമ്മൾ ശ്വസിച്ചുണ്ടാകുന്ന അപകടത്തെക്കാളും വലിയ അപകടമാണ്. ഈ ഡെങ്കി പനി ഉണ്ടായി അപകടം വരികയാണെങ്കിൽ അതിൻ്റെ തോത് വലിയ അപകടമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കൊതുകിനെ ഏത് വഴിയായിട്ടും കൊതുകിനെ അകറ്റുക എന്നതാണ് ഈ രോഗം വരാതിരിക്കുവാനുള്ള ഏറ്റവും വലിയ തടസ്സ മാർഗം. പിന്നീട് നമ്മുടെ ചുറ്റുപാടുകളിലും കെട്ടിക്കിടക്കുന്ന വെള്ളം ഇങ്ങനെയുള്ള ഇതിലാണ് ഇവർ മുട്ടയിട്ട് ഈ കൊതുകുകളൊക്കെ വളരുന്നത്. അപ്പം അതൊക്കെ ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ നിയന്ത്രിച്ച് പിന്നെ ഇങ്ങനെയുള്ള പനി സംശയിക്കുന്നുണ്ടെങ്കിൽ ഉടനടി ആശുപത്രികളിൽ എത്തിച്ചിട്ട് വേണ്ടുന്ന ചികിത്സ, സംശയിച്ചിരിക്കാതെ വേണ്ടുന്ന ചികിത്സ പെട്ടെന്ന് തന്നെ കൊടുക്കുക. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളിലേക്ക്, ബന്ധങ്ങളിലേക്ക് ഈ വീഡിയോ പകരണമേ, ഷെയർ ചെയ്യണമേ എന്ന് ഏറ്റവും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റൌഫ് വണ്ടൂർ, മൈ ആർട്ട് ആൻഡ് മൈ സൊസൈറ്റി.